ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ. ഞാനിപ്പോൾ ഇന്ന് വന്നത് ഇന്നത്തെ എൻ്റെ രാവിലത്തെ കുക്കിംഗ് ആണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കുള്ള ലഞ്ചും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ മീനുണ്ട്, മീനെല്ലാം കഴുകി വൃത്തിയാക്കി. ഇന്നലെയൊക്കെ വന്നപ്പോൾ കുറച്ച് ചീര കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിനെല്ലാം കഴുകി വെള്ളം മാർന്നു പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ മീനിനായിട്ട് ഞാൻ തേങ്ങയും വറുത്ത മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സവാള അരിഞ്ഞത്, പിന്നെ പുളി ഇത്രയിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പം മിക്സിയുടെ ജാറിലിട്ട് എല്ലാം അരച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ മീനൊക്കെ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ മീൻ വെക്കാനായിട്ട് നോക്കിയപ്പോൾ എണ്ണ തീർന്നു. പിന്നെ അത് ഒഴിക്കാനുള്ള ഒരു ശ്രമത്തിൽ, സാധാരണ മാമിയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇന്ന് മാമിയെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാനത് ഒഴിക്കാനുള്ളൊരു ശ്രമത്തിലൊക്കെയാണ്. നമ്മൾ സാധാരണ ഇവിടെ അടുത്തുള്ള മാർക്കറ്റുണ്ട്, അവിടെ പോയാണ് മീനൊക്കെ വാങ്ങുന്നത്. ഇപ്പോൾ മീനൊക്കെ വാങ്ങാൻ പോയിട്ട് കുറേ ദിവസമായി. പിന്നെ ഒരു ദിവസം ഒന്ന് പോകണം. ഇനിയിപ്പോൾ നാളെ മീനൊന്നും കാണത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇരുന്ന മീനിനെ തന്നെ ഞാൻ രണ്ട് ദിവസത്തേക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് അങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കി നമ്മളിവിടെ ചട്ടി വെച്ചു. കടുക് വറുക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു, അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ തക്കാളിയും പച്ചമുളകും ഇട്ട് വഴറ്റി, അത് കഴിഞ്ഞിട്ട് അരച്ച് വെച്ചതൊക്കെ ചേർത്ത് ഉപ്പുമൊക്കെ ആവശ്യത്തിനിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തിളച്ച് ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് മീനൊക്കെ ഇട്ട് റെഡിയാക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു തിളയൊക്കെ വന്നു. അപ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീനിൻ്റെയും ചട്ടിയുടെയും വലിപ്പം കണ്ട് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. മീൻ അത്രയേ ഉള്ളൂ. ആകെ 4 മീനേ ഉണ്ടായിരുന്നുള്ളൂ. 4 3 മീൻ. അപ്പം 3 മീനിനെ ഞാൻ വറുക്കാനൊന്നും എടുത്തില്ല, കറി വയ്ക്കാൻ വേണ്ടി മാത്രം എടുത്തു. അപ്പോൾ അതെല്ലാം ഇട്ടു. അതൊന്ന് തിള വന്നു. അപ്പോഴത്തേക്കും നമുക്കിനി ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് മുരിങ്ങയ്ക്കായും കൂടെ ഇട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, എനിക്കിപ്പോൾ രാവിലെ ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റും അതിനോടൊപ്പം ലഞ്ച് റെഡിയാക്കും. കാരണം ഇക്കായ്ക്കും മോനും കൊണ്ടുപോകാൻ ഉള്ളതുകൊണ്ട് 9 മണിക്ക് തന്നെ ഏകദേശം പണികളൊക്കെ തീരും. അപ്പോൾ മീനിൻ്റെതെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കത് അടച്ച് വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ചീരത്തോരൻ വയ്ക്കണം. അപ്പോൾ അതിലോട്ട് നോക്കാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമാണ്. അപ്പവും ചമ്മന്തിയാണ്. ചമ്മന്തി ഒരു പ്രത്യേക രീതിയിൽ ഇന്ന് മാമിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മാമി വാപ്പായ്ക്ക് നേരത്തെ കഴിക്കാനുള്ളത് കൊണ്ട് മാമി ചമ്മന്തി നേരത്തെ റെഡിയാക്കി. അപ്പോൾ നമുക്ക് ചീരയുടെതെല്ലാം റെഡിയാക്കാം. അപ്പോൾ ചീരയ്ക്ക് കടുക് വറുത്ത് അതിൻ്റെ തണ്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. തണ്ടിന് കൂടെ അരപ്പും കൂടെ ഇട്ട് റെഡിയാക്കിയതിന് ശേഷമാണ് ലാസ്റ്റിലാണ് ഞാൻ ഇല ഇടുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇട്ടു. ഇനി നമുക്ക് എന്തൊക്കെയാണ് അരപ്പ് വേണ്ടതെന്നുള്ളത് നോക്കാം. തേങ്ങ ഞാൻ ഇവിടെ തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളി എടുത്തു, പിന്നെ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ അതിനോടൊപ്പം ഒരല്പം മുളക് പൊടിയും കൂടെ, ഇത്രയാണ് ഇടുന്നത്. ഇത്രയായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ എടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകണ്ട. തോരത്തിനൊന്നും ഒരുപാട് അരച്ചെടുക്കാത്തതാണ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. അരച്ചെടുക്കുമ്പോൾ അത്ര ഒരു രുചി വരത്തില്ല. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് അമ്മയൊക്കെ അരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ചതച്ചെടുക്കുമ്പോഴും അമ്മിക്കല്ലിട്ട് ചതച്ചാണ് എടുക്കുന്നത്. അത്രയേ ഉള്ളൂ. അത്ര ഒരു ചതച്ചെടുക്കൽ അത് മാത്രമേ ചെയ്തുള്ളൂ. മീനിനൊക്കെയാണ് വടി അരച്ചെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തട്ടി കൊടുക്കാം. ശകല ഉപ്പും കൂടെ ഇട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം പിന്നെ ഇല ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇല പെട്ടെന്ന് വാടിപ്പോകും, തണ്ട് വേവത്തില്ല. ഓക്കെ, ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച്
കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് ഇലയിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ആരും ഒന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് തെറ്റുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതും ഒന്ന് കാണിക്കണം, കമൻറ്റിൽ തന്നെ കാണിച്ചു തരണം. ഓക്കെ. മീനൊക്കെ ഇപ്പോൾ ഇവിടെ ഏകദേശം തിളച്ച് കറക്റ്റായിട്ടാണ്. ഞാനൊന്ന് ഉപ്പ് നോക്കുകയാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. മീനിൻ്റെ തീയെല്ലാം ഓഫാക്കി ഇനി നമുക്ക് മീനിനെ അവിടെ നിന്ന് ഇറക്കി വയ്ക്കാം. ഓക്കെ. ഇനി ചോറുണ്ട് ഇതാക്കാനായിട്ട്. അപ്പോൾ ഇന്നലത്തെ തീയൽ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി അതിനെ കൂടെ ഒന്ന് തിളപ്പിച്ച് വയ്ക്കാം. മോന് തീയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ തിളപ്പിച്ച് വെച്ചു. അതിന് ശേഷം ചോറെടുത്ത് വെച്ചു. ചോറൊന്ന് പൊരിച്ചെടുക്കണം. രാവിലെ 6:30 തന്നെ അരി ഇട്ട് റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കും. പിന്നെ അതിന് ശേഷം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഒന്നും കൂടെ തിളപ്പിച്ച് വടിച്ചിടും. അപ്പോൾ ഒരു 8:30 ആകുമ്പോഴത്തേക്ക് ചോറ് റെഡിയാവും. അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാം റെഡിയായി. ഇനി ഇതിനെല്ലാം മാറ്റിയതിന് ശേഷം ചീരത്തോരനും റെഡിയാക്കണം. ഇന്ന് മീൻ വറുക്കലൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ കാപ്പി ഉണ്ടാക്കണം. ചോറെല്ലാം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിനെ റൈസ് കുക്കറിനകത്തോട്ട് തന്നെ ചൂടോടുകൂടി വയ്ക്കാം. അപ്പോൾ തീയലും കൂടെ തിളപ്പിക്കാൻ വെച്ചു. അതും കൂടെ ഒന്ന് തിളച്ചിറക്കി വയ്ക്കാം. ഇന്നലെ രാത്രി ഒരു പ്രാവശ്യം തിളപ്പിച്ചതാണ്, എങ്കിലും ഒന്നും കൂടെ തിളപ്പിച്ച്, കാരണം ഇനി ഉച്ചയ്ക്കല്ലേ എടുക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് അതും കൂടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഏകദേശം അതെല്ലാം ആയി. അപ്പോൾ ഞാൻ ഇലയും കൂടെ ഇട്ട് കൊടുത്തു. ഇലയും കൂടെ ഇട്ട് ശകലം ചെറിയ തീ വെച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അത് ഏകദേശം വെന്ത് ഒരു ഇതിലോട്ട് എത്തും. നമുക്കതും കൂടെ നോക്കാം. ഓക്കെ. അപ്പോൾ അതവിടെ ഏകദേശമായി. ഇലയെല്ലാം വെന്തൊരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കണം. അപ്പോൾ അപ്പം ഉണ്ടാക്കാനുള്ള ഇതിലാണ്. മാമി ഇതിൽ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചീര ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. അതിൻ്റെ സമയത്ത് തന്നെ മാമി അടുത്ത അടുപ്പിൽ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. ഈ സൈഡിലാണ് ക്യാമറ ഇരുന്നത്, പക്ഷെ മാമി ബുദ്ധിപൂർവ്വം അപ്പുറത്തെ സൈഡിലോട്ട് വെച്ച് കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് ഇവിടെ ചമ്മന്തി ഉണ്ടാക്കി. വാപ്പായും മാമിയും ഞാനും ചമ്മന്തി തന്നെ എടുത്ത്. ചമ്മന്തി നമ്മൾ പുളിയൊന്നും വെച്ച് അരയ്ക്കാതെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുമ്പോൾ എടുത്തിട്ട് കടു വറുത്ത് അതിനെ മാത്രം ഇട്ടിട്ട് അതിൻ്റെ കൂടെ പപ്പടവും കൂടെ പൊടിച്ചിടുന്നു. പപ്പട ചമ്മന്തിയാണ്. അപ്പോൾ അത് റെഡി. അപ്പോൾ ചോറിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ചീര തോരനുണ്ട്, മീൻ കറിയുണ്ട്, പിന്നെ മാങ്ങ അച്ചാറും. അപ്പോൾ ഇക്കായ്ക്ക് അങ്ങനെ ഒരുപാട് കറികളുടെ ഇതൊന്നുമില്ല. എന്തെങ്കിലും ഒരു മീൻ വറുത്തത്, ഒരു ചെറിയ ഒഴിച്ചെറിയായിരുന്നാലും അത്രയും മതി. പക്ഷേ എങ്കിലും എനിക്കതൊരു ഉള്ളിൽ എന്തൊരു വിഷമം പോലെയാണ്. ഒരു ചോറ് കൊണ്ടുപോയി കഴിക്കുമ്പം നല്ലതുപോലെ കറികളൊക്കെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ അപ്പോൾ ഇക്കായ്ക്കുള്ള ചോറ് പൊതിഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. പാത്രത്തിൽ കൊണ്ടുപോകത്തില്ല. ഇതാകുമ്പം കഴിച്ചിട്ട് പെട്ടെന്ന് കളയാൻ എളുപ്പമാണെന്ന് പറയും. അങ്ങനെ ഈ ഒരു ഷീറ്റ് പോലത്തെ ഇത് വാങ്ങി വെച്ചിട്ടുണ്ട്. അതിലാണ് ചോറ് പൊതിഞ്ഞെടുക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് കറികളെല്ലാം കവറിലും മറ്റുമായിട്ട് പൊതിഞ്ഞെടുക്കാം. ഓക്കെ. മീൻകറി ഒഴിക്കാൻ കവറുണ്ട്. അപ്പോൾ മീൻകറി ആദ്യം കവറിലൊഴിച്ച് കെട്ടി വയ്ക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ഇക്ക കൊണ്ടുപോകുന്നത്. മോനും ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അവനും സ്കൂളിൽ അപ്പോൾ മറ്റേത് പാത്രം കഴുകാനൊക്കെ ക്യൂ നിൽക്കണം അങ്ങനെയൊക്കെ പറയും.
അപ്പോൾ ഇതാകുമ്പോൾ കഴിച്ച് കളഞ്ഞിട്ട് അതിനെ വേസ്റ്റ് ഇടുന്ന ആ ഒരു ഇതിലോട്ട് അങ്ങ് മാറ്റിയിട്ടാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ചീര തോരൻ പൊതിയണം. ഇത് ഞാൻ അല്ലാതെ പൊതിയാനായിട്ടൊക്കെ വാങ്ങി വെച്ചിരിക്കുന്ന പേപ്പറാണ്. അപ്പോൾ ഓക്കെ, അതും കൂടെ പൊതിഞ്ഞ് എടുത്തു. ഇനി നമുക്ക് മാങ്ങ അച്ചാറും കൂടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇക്കായ്ക്കൊന്നും കൊടുത്തു വിടുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ നല്ല ഇതിലൊക്കെ പൊതിഞ്ഞൊക്കെ എടുത്ത് കൊടുത്തു വിടുന്നുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഏകദേശം ചൂടൊക്കെ മാറി ഒരുവിധം തണുത്തിരിക്കുക 2 മണിയൊക്കെ ആവും ചിലപ്പോൾ കഴിക്കുമ്പോൾ, ചിലപ്പോൾ 3 മണിയും ആകാറുണ്ട്. അപ്പോൾ ചോറൊക്കെ നല്ല തണുത്തിടാം. ഇപ്പോൾ ഇത് നല്ല കഴിക്കാൻ പറ്റിയ ചൂടിലാണ് ഞാൻ പൊതിയുന്നത്. അങ്ങനെ വെച്ചു. സാധാരണ മാങ്ങ അച്ചാറും കൂടെ മറ്റേ വറുത്ത മീനും കൂടെ കാണുന്നതാണ്. ഇന്നത് ഞാൻ എടുത്തില്ല, കാരണം ആകെ 3 അയലയാണ് കിട്ടിയത്. ഇനി അതിൽ വറുക്കാനും കൂടെ എടുത്താൽ തികയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. അപ്പോൾ ചോറ് പൊതിയാണ്. അങ്ങനെ അതിനെ എടുത്തു, പൊതിഞ്ഞു, എല്ലാം റെഡിയാക്കി. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്നലെ രാത്രി ഇറച്ചി പുട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇറച്ചിയുടെ മസാലയൊക്കെ ബാക്കി വന്നു, മാവും ഉണ്ടായിരുന്നു. അപ്പം മോന് ഞാൻ കരുതിയെങ്കിൽ അവന് ഇന്നത് കൊടുക്കാമെന്ന് കരുതി ഞാൻ അതിൻ്റെ ബാലൻസ് വന്നതിനെയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അവന് അതാണ്. ഇക്കാക്കും എനിക്ക് അപ്പമാണ്. അപ്പോൾ ഞാൻ കരുതി ആദ്യം അപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് ആദ്യത്തേത് ഒഴിച്ചു, അപ്പം റെഡിയാക്കുകയാണ്. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇക്കായ്ക്ക് ചമ്മന്തി വേണ്ട. അപ്പോൾ ഞാൻ പിന്നെ ഇക്കായ്ക്ക് മിക്കവാറും ദിവസങ്ങളിൽ പിന്നെ മീൻകറി ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. രാവിലെ വെച്ചതിൽ മീൻകറി, ഇക്കായുടെ ചായയൊക്കെ എടുത്ത് അപ്പോൾ ഇക്കായുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചു. ഇനി അടുത്ത എൻ്റേതാണ്. എനിക്ക് അപ്പം മാത്രം മതി, കാരണം ചമ്മന്തി മാമി അരച്ചതിലുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ ആയിട്ട് അതെടുക്കും. ഓക്കെ, അപ്പോൾ അടുത്ത അതാണ്. എൻ്റെ അപ്പവും ഏകദേശം 1, 2, 3 ആയി. ചമ്മന്തി അതാണ്. ചമ്മന്തിയും പപ്പടവും കൂടെ ഇട്ട് കടുവറുത്തെടുക്കുന്നതാണ്. അപ്പോൾ അതായി. ഇനി അടുത്ത മോനുള്ളതാണ്. മോന് പിന്നെ പുട്ടാണ്. അപ്പോൾ അത് കുക്കറിലെടുത്ത് വെച്ചു. അതിൽ ചിരട്ടപ്പുട്ടിൻ്റെ ഇതാണ്, അത് വെച്ച് നമുക്ക് അവിച്ചെടുക്കാം. അപ്പോൾ അടുത്തത് ഇനി അതാണ്. ഇപ്പോൾ കുക്കറിൽ പുട്ടൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ആവിയെല്ലാം വന്നു. ഇനി നമുക്ക് മസാല മിക്സ് ചെയ്തതിന് ശേഷം പുട്ടിൻ്റെ മാവും കൂടെ ചേർത്ത് നമുക്കത് റെഡിയാക്കാം. മോനിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വയ്യാതെയും കൂടെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചതിനെ കഴിക്കുന്നതെങ്കിലും കഴിക്കട്ടെ എന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ ഇനി ബാലൻസ് വെച്ചിട്ടുണ്ട്, അതിന് മിക്കവാറും രാത്രി കൊടുക്കും ഞാൻ. അങ്ങനെ 3 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കി. പുട്ടിനിവിടെ ആവിയെല്ലാം വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുക്കിങ്. രാവിലെ തന്നെ എൻ്റെ ജോലികളെല്ലാം തീർന്നു. ഇനി തൂക്കണം, ഒന്ന് വാഷിങ്ങുമാണ്. അപ്പോൾ അതാകുമ്പോൾ തീർന്നു. അപ്പോൾ ഇനി നൈറ്റിലാണ് അടുത്ത ജോലി വരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, എല്ലാവരും കാണണം, കമൻറ്റൊക്കെ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ആരും എന്നെ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ വേറെ മറ്റ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എല്ലാ പേർക്കും നല്ലൊരു ശുഭദിനം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.